ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അവൽ കുഴക്കട്ടയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്. അവലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അതിലേക്കായി ആദ്യം ഞാൻ കുറച്ച് ഏകദേശം ഒരു 2 കപ്പ് അവിൽ കേട്ടോ എടുത്ത്, കുറച്ച് കട്ടിയുള്ള അവിലാണ് എടുത്തത്. 2-3 തരം ഉണ്ടല്ലോ. ഒന്ന് വളരെ നല്ല വെളുത്തത് പോഹ, കുറച്ച് കട്ടി വേണം. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് പച്ചവെള്ളം നനച്ചിട്ട്, വെറുതെ ഇങ്ങനെ നനച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒന്ന് വറുത്ത് കൊട്ടാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, ഒരു ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരണം, വല്ലാതെ അല്ല, ഒന്ന് വഴണ്ടി വരും. നല്ല മണം വരുന്ന സമയത്ത് നമ്മൾ അവിൽ നനച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് ഇതെല്ലാം കൊട്ടിക്കൊടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് നാളികേരം, ഒരു അരമുറിയെങ്കിലും നാളികേരം എടുത്തിട്ട് അതിൽ കുറച്ച് ജീരകം എടുത്തിട്ട് ഒന്ന് കറക്കിയിട്ട്, ഒറ്റ കറക്കല കേട്ടോ, അതും കൂടി ഇതിലോട്ട് കൊട്ടണം. ഒരു കാര്യം മറന്നു, പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉപ്പിൻ്റെ ഇത് അവിടെയും ഇവിടെയും കട്ട കുത്താൻ പാടില്ല. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇത് നനയ്ക്കാനായിട്ടുള്ള വെള്ളം എടുക്കുമല്ലോ, ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് അലിയിച്ചിട്ട് ആദ്യമേ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് മാത്രം. ഇനി ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് കൂടെ കുറച്ച് ജീരകം, 1 ടീസ്പൂൺ ഇടാം. ജീരകം ഇട്ടിട്ട് ഒരൊറ്റ പൾസ് മാത്രം കൊടുത്താൽ മതി. നാളികേരം കൂടി ഇതിൽ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് കുഴക്കട്ടയ്ക്ക് പിടിക്കില്ലേ, നമ്മളൊരു ഓവൽ ഷേപ്പിൽ മാതിരി അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് സ്റ്റീമറിലേക്ക് വയ്ക്കാം. ഈ അവൽ കൊഴുക്കട്ട ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെള്ളം കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുക. കാരണം ഞാനൊരിക്കൽ ഇത് നല്ല സോഫ്റ്റായി കിട്ടും പറഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോയി, ഇങ്ങനെ പിളിപിളിയെന്ന് തന്നെയാവില്ല, അങ്ങനെയാവും. ഇത് നല്ല നമ്മൾ ഒന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.